ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ ടർബോ ബാച്ചിൻ്റെ മറ്റൊരു പൊളിറ്റി സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിയുടെ ചാപ്റ്ററിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലേ, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ആദ്യ പൗരൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രസിഡന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5ാമത്തെ പാർട്ടിനകത്ത് ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലാണ്, ഏത് ചാപ്റ്ററിലാണ് നമ്മുടെ ഏത് വരുന്നത്, പ്രസിഡന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ യൂണിയൻ ആണ്. അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏത് വരെ ഉണ്ട്? 52 തൊട്ട് 151 വരെയാണ് പാർട്ട് 5 എന്ന് പറയുന്നത് അല്ലേ. പാർട്ട് 5 എന്ന് പറയുന്നത് ദ യൂണിയൻ എന്ന് പറയുന്നത് 52 തൊട്ട് 151 പക്ഷെ പ്രസിഡന്റിന്റെ വരുന്നത് ഏകദേശം 52 തൊട്ട് 62 വരെയൊക്കെ ഉള്ള ഒരു പ്രസിഡന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്, പുള്ളിയുടെ ടേംസും ഓഫീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് 52 തൊട്ട് 62 വരെയുള്ള എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ബാക്കി 52 ടു 151 യൂണിയൻ. അതിൽ തന്നെ ചാപ്റ്റർ 1 ആണ് എന്തെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 5 നമ്മൾ പറഞ്ഞു 52 തൊട്ട് 151 പക്ഷെ അതിന് 5 ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ എക്സിക്യൂട്ടീവ്. 52 തൊട്ട് 78 വരെയാണ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ഓക്കെ, അപ്പൊ ദ എക്സിക്യൂട്ടീവ് അല്ലെ, കാര്യനിർവഹണം ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള മീനിങ് വരുന്ന ദ എക്സിക്യൂട്ടീവ് പവർ നിൽക്കുന്ന ആൾക്കാരെയാണ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അവരെത്രയാണ്? 52 തൊട്ട് 78 വരെയാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ എന്ത് പറയുന്നുണ്ട്, വൈസ് പ്രസിഡന്റിന്റെ കാര്യം പറയുന്നുണ്ട്, പ്രൈം മിനിസ്റ്ററിന്റെ കാര്യം പറയുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കാര്യം, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട മിനിസ്റ്റേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്, ഫൈനലി അറ്റോർണി ജനറലും കൂടെ പറഞ്ഞിട്ടാണ് ഏത് നിൽക്കുന്നത്, ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കാര്യം നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതിലാണ് എന്തൊക്കെ വരുന്നത്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അറ്റോർണി ജനറലും. കേട്ടോ, അറ്റോർണി ജനറൽ 76 അറ്റോർണി ജനറൽ വരുന്നത്. അതോടെ എന്ത് ചെയ്യുകയാണ്? കംപ്ലീറ്റ് ആവുകയാണ്. എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്ത് 2ാമത്തെ ചാപ്റ്ററായ പാർലമെന്റ് തുടങ്ങുകയാണ് 79 തൊട്ട് 122 വരെ. അത് കഴിഞ്ഞ് ചാപ്റ്റർ 3 ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് തന്നെ മറ്റ് ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേട്ടോ, ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ പറ്റിയിട്ടാണ് 123 പറയുന്നത്. അത് കഴിഞ്ഞ് ദ യൂണിയൻ ജുഡീഷ്യറിയെ പറ്റിയിട്ടാണ് പിന്നെ പറയുന്നത് 124 തൊട്ട് 147. ഫൈനലി ചാപ്റ്റർ 5 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ 148 തൊട്ട് 151 വരെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. പാർട്ട് 5 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 5 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ദ എക്സിക്യൂട്ടീവ്, പാർലമെന്റ്, ലെജിസ്ലേറ്റീവ് പവർ ഓഫ് പ്രസിഡന്റ്, 4ാമത്തത് യൂണിയൻ ജുഡീഷ്യറി, 5ാമത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് അത് തിരിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സിക്യൂട്ടീവിനകത്ത് വരുന്ന നമ്മുടെ പ്രസിഡന്റിനെ പറ്റിയിട്ടാണ് അല്ലേ, പ്രസിഡന്റിനെ പറ്റിയിട്ടാണ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് അല്ലേ. ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് അല്ലെങ്കിൽ ദ ആക്ച്വൽ ഹെഡ് എന്നൊക്കെ പറയുന്നത് ആരാണ്? ഡി ഫാക്ടോ എന്നൊക്കെ പറയുന്നത് ആരാണ്? അത് പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ, PM നരേന്ദ്രമോദിയാണ് അല്ലെ. അപ്പൊ PM ആണ്, പ്രൈം മിനിസ്റ്റർ ആണ് ഡി ഫാക്ടോ. ഡി ഫാക്ടോ എന്നുള്ളത് കേട്ടോ, ഡി ഫാക്ടോ. എന്താണ് ഡി ഫാക്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു വേർഡ് നമ്മുടെ പ്രസിഡന്റിന് വേണ്ടി നമ്മൾ പറയാറുണ്ട് ഡി ജൂറി എന്നുള്ള രീതിയിൽ അല്ലേ. ഡി ജൂറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നീതിപരമായിട്ട് നോക്കുകയാണെങ്കിൽ, ലീഗലി നോക്കുകയാണെങ്കിൽ ഹെഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിമോണിയൽ ഹെഡ് അല്ലെങ്കിൽ നോമിനൽ ഹെഡ്, പേര് കൊണ്ടൊക്കെ ഉള്ള ഹെഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഡി ജൂറി ആരാണ്? പ്രസിഡന്റും. ഡി ഫാക്ടോ ആക്ച്വൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററും ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ് അല്ലേ. ദ്രൗപദി മുർമു ആണ് നമ്മുടെ പ്രസിഡന്റ്. 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അല്ലെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും ലോങ്സ്റ്റ് സെർവിങ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. 2 ടേംസിലേക്ക് ആരുണ്ടായിരുന്നു? രാജേന്ദ്ര, അതായത് 10 വർഷം എന്നുള്ള 5 years ആണ് മിനിമം ഇയേഴ്സ്. വീണ്ടും അവർക്ക് എന്ത് ചെയ്യാം? റീ എലക്ട് ചെയ്ത് വീണ്ടും അവർക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടിരിക്കാം. പക്ഷെ എന്താണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇതുവരെ ഉള്ളതിൽ ലോങ്സ്റ്റ് ടേം എടുത്തിട്ടുള്ള മിനിസ്റ്റർ. അതായത് 2 ടേംസ് പുള്ളി എന്ത് ചെയ്തിരുന്നു? ഭരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പോൾ 2 ടേം ഭരിച്ച ആളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതായിരുന്നു പുള്ളിയുടേത്.
ഫസ്റ്റ് വിമൺ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 12ാമത്തെ ആളായിട്ടുള്ള പ്രതിഭ പട്ടേൽ ആണ് അല്ലെ. പ്രതിഭ ഫസ്റ്റ് വിമൺ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിഭ പട്ടേലാണ്. 12ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ 15ാമത്തെ പ്രസിഡന്റ് ആണ്, 2ാമത്തെ ഫീമെയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ദ്രൗപദി മുർമു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രസിഡന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്? പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നോമിനൽ ഹെഡ് ആണ്, പേര് കൊണ്ട് മാത്രമാണ് ഹെഡ്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സെറിമോണിയൽ ഹെഡ്, എക്സിക്യൂട്ടീവ് ഹെഡ് എന്നൊക്കെ പറയാം. കാര്യനിർവഹണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹെഡായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ എന്താണ്, ആദ്യ പൗരനാണ് അല്ലെ, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് എ കൺട്രി എന്നുള്ള കാര്യം പുള്ളിയാണ്. അതുപോലെയാണ് എന്താണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന്റെ തന്നെ എല്ലാ സ്റ്റേറ്റ്സിന്റെയും ഹെഡ് എന്ന് പറയുന്നത്, ഓൾ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? അത് പ്രസിഡന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. ആംഡ് ഫോഴ്സസ് മിലിറ്ററിയുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഡിഫൻസിന്റെ എല്ലാ കാര്യത്തിന്റെയും ഏറ്റവും പരമോന്നതമായിട്ടുള്ള പവർ ആരുടെ കയ്യിലാണ്? അത് പ്രസിഡന്റിന്റെ കയ്യിലാണെന്ന കാര്യം ആലോചിക്കുക. സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. ആംഡ് ഫോഴ്സസ് ഏതൊക്കെയാണ്? നേവി, എയർഫോഴ്സ്, ആർമി എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളെ മാനേജ് ചെയ്ത് കൊണ്ടുവന്ന അതിന്റെ ഏറ്റവും സുപ്രീം കമാൻഡറായിട്ട് നിൽക്കുന്ന ആരാണ്? ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ കമാൻഡറായിട്ട് നിൽക്കുന്നത് പ്രസിഡന്റ് ആണ്. വാർ ഉണ്ടാക്കണോ അല്ലെങ്കിൽ പീസ് ആയിട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ് കേട്ടോ. ദ്രൗപദി മുർമു ഈസ് ദ 15th ആൻഡ് കറന്റ് പ്രസിഡന്റ് ഹാവിംഗ് ടേക്കൺ ഓഫീസ് ഓൺ 25 ജൂലൈ 2022 തൊട്ട് നമ്മുടെ ദ്രൗപദി മുർമു ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റും കൂടെ ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഒഡീഷയിലാണ് പുള്ളിക്കാരിയുടെ എന്തെന്ന് പറയുന്നത്, ഇതെന്ന് വീടെന്ന് പറയുന്നത് കേട്ടോ. പ്ലേസ് എന്ന് പറഞ്ഞാൽ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒഡീഷയിലുള്ള ആളാണ് കേട്ടോ. ഒഡീഷയുടെ ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ ദ്രൗപദി മുർമു എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ഫോർ എലക്ഷൻ ആസ് എ പ്രസിഡന്റ്, ഒരു എലക്ഷൻ നടത്തി പ്രസിഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്, എങ്ങനെ ആയാൽ ഒരാൾക്ക് പ്രസിഡന്റ് ആയി മാറാം എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. പ്രസിഡന്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് ആവണമെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാളായിരിക്കണം അല്ലെ, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഓക്കെ, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ മേജർ കണ്ടീഷൻ എന്താണ്? 35 വയസ്സ് കഴിഞ്ഞ ഒരാളായിരിക്കണം അല്ലെ. കംപ്ലീറ്റഡ് ദ 35 ഇയേഴ്സ്. ഹി മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 35 ഇയേഴ്സ്. 35 വയസ്സ് കഴിഞ്ഞ ഒരാളായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ എന്താണ്? ഹി മസ്റ്റ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. നമ്മുടെ അതർ മിനിസ്ട്രീസ് ഉണ്ടല്ലോ, പാർലമെന്റിലെ കീഴിൽ ഒരുപാട് ഓഫീസസ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു ഓഫീസിലും എന്ത് പാടില്ല? ഒരു അതോറിറ്റി ഉള്ള ഒരാളായിരിക്കരുത്. ഒന്നിൻ്റെയും ഒരു ഓഫീസിൻ്റെയും ഹെഡായിട്ട് ഇരിക്കാൻ പാടില്ല. വേറെ ഒരു ഇതുമായിട്ടും അവർക്ക് എന്ത് പാടില്ല? കണക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഹി മസ്റ്റ് നോട്ട് ഹോൾഡ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫ് ദ or the government of any states or under any local or other authority subject to control of any of the said governments. ഈ പറയുന്ന ഗവൺമെന്റ്സിന്റെ ഒരു വിഭാഗത്തിലും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലും ആർക്കും അനുവദമല്ല എന്ന് വെച്ചാൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഏത് ഒരു ഓഫീസിന്റെ ഹെഡായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ പ്രസിഡന്റിന്റെ 3ാമത്തെ കണ്ടീഷനായി പറയുന്നത് കേട്ടോ. 3ാമത്തെ കണ്ടീഷൻ എന്താണ്? വേറൊരു ഓഫീസിന്റെയും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ എന്താണ് ലാസ്റ്റ് പറയുന്നത്? ഹി മസ്റ്റ് ബി ക്വാളിഫൈഡ് ഫോർ എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ഹൗസ് ഓഫ് the people this ലോക്സഭ. he must be qualified for election as a member of house of people അല്ലെങ്കിൽ ലോക്സഭയുടെ ഒരു മെമ്പർ ആയിരുന്ന് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനു വേണ്ടിയായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇറങ്ങി തിരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. he must be qualified for election as a member of house of people. ഹൗസ് ഓഫ് പീപ്പിൾ ആരാണ്? ലോക്സഭയാണ്. രാജ്യസഭയുടെ മെമ്പർ അല്ല, നമ്മുടെ ലോക്സഭയുടെ ഒരു മുൻ എന്തെങ്കിലും വർക്കായിട്ട് ചെയ്തിരുന്നിട്ട് മാത്രമേ എന്തിലേക്ക് മാറാൻ പാടുള്ളൂ? ഈ പറയുന്ന ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു പദവി ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മുന്നേ എന്താണ് ജാർഖണ്ഡിൻ്റെയൊക്കെ മിനിസ്റ്ററൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്, ഗവർണറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടായതെന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ, ദ്രൗപദി മുർമുവിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ മിനിസ്ട്രീസ് കൈകാര്യം ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇതിനു വേണ്ടിയായിട്ട് മത്സരിക്കുന്നത്. പക്ഷെ മത്സരിക്കുന്ന സമയത്ത് സ്വന്തം കയ്യിൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു ഓഫീസിനെ പവർ ഉണ്ടാവാൻ പാടില്ല എന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പാർട്ട് 5 ദ യൂണിയൻ്റെ അകത്താണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ചാപ്റ്റർ 1 എക്സിക്യൂട്ടീവ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു 52 തൊട്ട് 62 വരെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള എന്ത് പറയുന്നത് പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾസ് പറയുന്നത്. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങളിൽ എന്ത് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കലർത്തിയൊക്കെ എന്താണ് ഈ പറയുന്ന യൂണിയൻ്റെ അകത്ത് തന്നെ പല ഇടത്തായിട്ട് എന്തുണ്ട് ഈ പ്രസിഡന്റിന്റെ പവേഴ്സിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ആർട്ടിക്കിൾസ് എല്ലാം 52 തൊട്ട് 62 വരെയാണ്. ഇത് ഇത്രയുമാണ് നമ്മുടെ ഏറ്റവും മേജർ ആയിട്ട് പറയുന്നത്. അപ്പം there shall be a president of India എന്ന് പറഞ്ഞു തുടങ്ങുന്നത്, ഒരു പ്രസിഡന്റ് ഉണ്ടാവണം, പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു വാക്യം അല്ലെങ്കിൽ ആ ഒരു നെയിം ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ആർട്ടിക്കിൾ 52 ആണ്. ഓക്കെ, അപ്പൊ പ്രസിഡന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾ 52-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. പിന്നെ എന്താണ്, ഓരോ കണ്ടീഷൻസ് കൃത്യമായി തന്നെ പഠിച്ചു പോകാം. 52 എന്താണ് അപ്പോൾ പറയുന്നത്? പ്രസിഡന്റ് വേണം. ഒരു കൺട്രി ആകുമ്പോൾ അതിനൊരു നോമിനൽ ഹെഡ് അല്ലെങ്കിൽ സെറിമോണിയൽ ഹെഡായിട്ട് ആരുണ്ടാവണം? ഒരു എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് പ്രസിഡന്റ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 53 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റിന്റെ എന്ത് കുറിച്ചാണ് പിന്നെ പറയുന്നത്? എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഷാൾ ബി വെസ്റ്റഡ് ഇൻ ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ കയ്യിൽ വേണം എന്ത് വെസ്റ്റ് ചെയ്യാനായിട്ട്? ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പവർ എല്ലാം വെസ്റ്റ് ചെയ്തിരിക്കേണ്ട ആരുടെ കയ്യിലാണ്? പ്രസിഡന്റിന്റെ കയ്യിലാണെന്ന് പറയുന്നതാണ് 53 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ആദ്യം പറഞ്ഞു ഒരു കൺട്രിക്ക് എന്ത് വേണം? പ്രസിഡന്റ് ഉണ്ടാവണം എന്നുള്ള. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് എന്തുണ്ടാവണം? ദർ ഷാൾ ബി എ പ്രസിഡന്റ്. അത് ഓരോ സമയവും ഓരോ 5 വർഷം കഴിയുമ്പോഴും ടെന്യൂർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. വീണ്ടും റീ ഇലക്ഷൻ നടത്തി പുതിയ ആളെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ടേം പറയുന്നതാണ് 52. 53 അതിന്റെ എക്സിക്യൂട്ടീവ് പവർ, പ്രസിഡന്റിനുള്ള പവേഴ്സ് ആണ്. അതും എക്സിക്യൂട്ടീവ് പവർ ആണ്. എന്ത് പവറാണ്? എക്സിക്യൂട്ടീവ് പവർ ആണുള്ളത്. അത് ആരുടെ കയ്യിലാണ്? പ്രസിഡന്റിന്റെ കയ്യിലാണെന്ന് പറയുന്നുണ്ട്. ഈ 54 എന്താണ്? പ്രസിഡന്റ് ഷോൾ ബി എലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ആൻ ഇലക്ടോറൽ കോളേജ്. അതായത് ഇലക്ഷനെ പറ്റിയിട്ടാണ് 54 പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 54 ഉണ്ട് 55 ഉണ്ട്, രണ്ടും ഇലക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും രണ്ടാമത്തെ ശ്രദ്ധിക്കുക, അതായത് 55 ശ്രദ്ധിക്കുക, മാനർ ഓഫ് എലക്ഷൻ ആണ്. മാനർ, എങ്ങനെയാണ് ഇലക്ഷൻ നടത്തേണ്ടത്. ഇവിടെ 54 എന്താണ് പറയുന്നത്? ഇലക്ഷൻ വേണം, ഇലക്ഷൻ നടത്തണം, ഇലക്ഷൻ നടത്തി വേണം പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാവുന്നു എന്നുള്ളൊരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതെങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് മാനർ ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 54 55 ഉണ്ട്. ഇലക്ഷനെ പറ്റി പറയുന്നത് 54. മാനർ ഓഫ് എലക്ഷൻ, ആ വേർഡ് ശ്രദ്ധിക്കുക. മാനർ ഓഫ് എലക്ഷൻ ആണോ പറയുന്നത്? അത് 55 ആണ്. മാനർ ഓഫ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. എന്താണ്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഓക്കെ, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത് കേട്ടോ. അതും എങ്ങനെയാണ്? വോട്ടാണ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. അതും സീക്രട്ട് ബാലറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് കേട്ടോ. സീക്രട്ട് ബാലറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. നമ്മളാണ് വോട്ട് ചെയ്യുന്നത്? നമ്മളല്ല വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ മാനറിസം നടക്കുന്നത് എങ്ങനെയാണ്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടായിട്ടാണ്. ഒരാൾക്ക് എന്ത് പാടുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടെങ്കിൽ അമ്മൂമ്മയുടെ വോട്ട് എനിക്ക് പോയി ഇടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരാൾക്ക് ഉള്ള വോട്ട് അയാൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു വോട്ടാണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? സീക്രട്ട് ബാലറ്റ് സിസ്റ്റമാണ്. ആർക്കും അറിയാൻ പറ്റില്ല. സീക്രട്ട് ബാലറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ പ്രസിഡന്റിന്റെ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ 3 കാൻഡിഡേറ്റ്സ് ആയിരിക്കും നിൽക്കുന്നത്. ABC എന്ന് പറഞ്ഞ് 3 കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരൊക്കെയാണ് ഇലക്ഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രൽ കോളം എന്ന് പറയുന്നതാണ് 54 കേട്ടോ. 54 എന്താ പറയുന്നത്? എലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഇലക്ടറൽ കോളേജ്. അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പ്രസിഡന്റിന് വേണ്ടി? നമ്മളാണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്? അല്ല. നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റ് അല്ല പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ഇലക്ഷനാണ് പ്രസിഡന്റിന് നടക്കുന്നത്? ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് ഇലക്ഷൻ മോഡിലാണ് ആര് നടത്തുന്നത്? പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഇൻഡയറക്റ്റ് മോഡ് ഓഫ് ഇലക്ഷൻ ആണ്. ഇൻഡയറക്റ്റ് മോഡ് ഓഫ് എലക്ഷൻ ആണ്. അവിടെ നമുക്ക് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ പോലും എലക്ട് ചെയ്യുന്നത് ആരാണ്? എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ്. അതാണ് 54 പറയുന്നത്. ആരാണ് എലക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് 54 പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ദ പ്രസിഡന്റ് ഷോൾ ബി എലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ആൻ ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ്. ആരൊക്കെയാണ് എലക്ട് ചെയ്യേണ്ടത്? ഇപ്പം നമുക്കറിയാം ഓരോ വർഷം 5 വർഷം കഴിയും തോറും നമ്മൾ ലോക്സഭയിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടിയായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതുപോലെ പ്രസിഡന്റിന് വേണ്ടി എല്ലാ സ്റ്റേറ്റ്സും ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഒരു ഇലക്ഷൻ കമ്മീഷണേഴ്സേ ഉള്ളൂ, ആകെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാം കൂടെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമൊക്കെ കൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ഇലക്ഷൻ നമ്മളല്ല കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ്? അത് അവർക്കുള്ള ഒരു കൃത്യമായിട്ട് ഒരു പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ആ പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് ആര് പറയുന്നത്? 54 പറയുന്നത്. എന്താണ്? എലക്റ്റഡ് മെമ്പേഴ്സ്, നമ്മൾ എലക്ട് ചെയ്ത് വിട്ട എന്താണ്? ഹൗസസ് ഓഫ് പാർലമെന്റിലേക്ക് എലക്ട് ചെയ്ത് വെച്ച മെമ്പേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ നടക്കുന്നത്. എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ഹൗസസ് ഓഫ് പാർലമെന്റ്, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും മെമ്പേഴ്സും രാജ്യസഭാ മെമ്പേഴ്സും
അതുപോലെ തന്നെ ആരുമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ്സ്. നമ്മളൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് വിട്ട സ്റ്റേറ്റ്സിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ആൾക്കാരും കൂടെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിന്നാണ്, അവരും കൂടെ എലക്ട് ചെയ്താണ് ആരെ സെലക്ട് ചെയ്യുന്നത്, പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണുള്ളത്? ഒന്ന് ലോക്സഭയുടെയും രാജ്യസഭയുടെയും മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അത് രണ്ടാമത്തത് എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റിലെ ആൾക്കാരുണ്ടാവും. അസംബ്ലി ഓഫ് സ്റ്റേറ്റിലെ എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ സ്റ്റേറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്ത് ഒരാൾ പോയി എന്ത് ചെയ്യും? എലക്ഷൻ ചെയ്യാനായിട്ട് പോകും. അത് കഴിഞ്ഞ് മൂന്ന് പിന്നെ എന്താണ്? യൂണിയൻ ടെറിട്ടറിയിലെ തന്നെ യൂണിയൻ ടെറിട്ടറിയിൽ മെയിനായിട്ട് ഡൽഹിയും പോണ്ടിച്ചേരിയാണ് നമ്മൾ പറയാറുള്ളത്. ഡൽഹിയുടെയും പോണ്ടിച്ചേരിയുടെയും എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സും കൂടെ എന്ത് ചെയ്യും? ഇതിലൂടെ ആഡപ്പ് ചെയ്ത് ഇലക്ഷന് വേണ്ടിയായിട്ട് നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 54 ആരൊക്കെയാണ് എലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? നമ്മുടെ ഹൗസസ് ഓഫ് പാർലമെന്റ്, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും മെമ്പേഴ്സും അതുപോലെ തന്നെ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റും അതുപോലെ യൂണിയൻ ടെറിട്ടറിയിലെ ആൾക്കാരും സെലക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവുമാണ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല? പീപ്പിൾസിൻ്റെ സൊസൈറ്റിയുടെ ഒരു ഡയറക്റ്റ് ഇലക്ഷൻ മെത്തേഡ് നടക്കുന്നില്ല. അവരെന്താണ്? ഇൻഡയറക്റ്റ് മെത്തേഡ് വേയിലാണ് ഈ ഒരു ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഞാൻ പറഞ്ഞു മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് നടക്കുമ്പോൾ ഇപ്പം നമുക്ക് പറഞ്ഞു ABC എന്ന് പറയുന്ന ഒരു 3 ഇലക്ട്രൽ കോളം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാ പേരും എന്ത് ചെയ്യും? സീക്രട്ട് ബാലറ്റ് സിസ്റ്റം ഉപയോഗിച്ച് അവർക്ക് പോയി എന്ത് ചെയ്യാം? ആളെ സെലക്ട് ചെയ്യാം. പക്ഷെ സെലക്ട് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾക്ക് ഒരാളെ സെലക്ട് ചെയ്യാനല്ലേ പറയത്തുള്ളൂ. നമ്മുടെ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ ആണെങ്കിൽ അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രിഫറൻസ് വെക്കണം. എന്ത് വെക്കണം? പ്രിഫറൻസ് മോഡിലാണ് പോകുന്നത്. പ്രിഫറൻസ് മോഡിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ആദ്യം A നിൽക്കുന്ന ആളാണ് എനിക്ക് ഫസ്റ്റ് വേണ്ടത്, രണ്ടാമത് എനിക്ക് C, അടുത്താണ് B വേണ്ടത്. മറ്റൊരാൾ വന്നിട്ട് B വേണം, രണ്ടാമത് C വേണം, പിന്നെയാണ് എനിക്ക് A വേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് ഏറ്റവും ഭൂരിഭാഗം, അതായത് ഫസ്റ്റ് നിൽക്കുന്ന ആൾ ആരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും ആളെ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഓർഡറിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഓർഡർ വൈസ് ആർക്കാണോ കിട്ടുന്നത് ആ ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? മെജോറിറ്റി വോട്ട് അനുസരിച്ച് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ് 55 എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ് നടത്തുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പോൾ 54 ഇലക്ടറൽ കോളേജ് ആണ് പറയുന്നത് ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. 56 എന്താണ്? ടേം ഓഫ് എത്രയാണ്? 5 വർഷമാണ്. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി എത്ര വർഷം ഇരിക്കാം എന്നുള്ളൊരു കാര്യമാണ് 56 പറയുന്നത്. എന്താണ്? ടേം ഓഫ് പ്രസിഡന്റ്. എത്ര ടേം വർക്ക് ചെയ്യാം? 5 വർഷം. എത്രയാണ്? 5 years ആണ് നമുക്ക് എന്തുള്ളത്? പ്രസിഡന്റിനുള്ള ടൈം എന്ന് പറയുന്നത്. അടുത്തെന്താണ്? 57 പറയുന്നത് പേഴ്സൺ ഹു ഹോൾഡ്സ് ഓർ ഹു ഹാസ് ഹെൽഡ് ഓഫീസ് ആസ് പ്രസിഡന്റ് ഷോൾ സബ്ജക്ട് ടു ദ അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബി എലിജിബിൾ ഫോർ റീ എലക്ഷൻ ടു ദാറ്റ് ഓഫീസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഓർഡറിൽ പഠിച്ച് വരികയാണെങ്കിൽ ആദ്യം പ്രസിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞു, പുള്ളിക്ക് എന്തുണ്ട്? എക്സിക്യൂട്ടീവ് പവർ ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇനി അടുത്ത് എലക്ഷൻ ചെയ്താലല്ലേ ഒരു പുതിയ പ്രസിഡന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എലക്ഷൻ നടത്തുന്നു. അതെന്താണ്? ആരൊക്കെയാണ് എലക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ മാനറിസം എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി വോട്ടിടുന്നു. എന്നിട്ട് ആളെ സെലക്ട് ചെയ്യുന്നു. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. അതാണ് 56 പറയുന്നത് അല്ലേ? എത്ര വർഷത്തേക്ക് ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു? 56 പറയുന്നത് 5 വർഷത്തേക്ക് ആളെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ്? വീണ്ടും ആ ആൾക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീ എലക്ഷൻ നടത്താം. അടുത്തൊരു സമയം അയാൾക്ക് വേണമെങ്കിൽ മത്സരിക്കാം, വേണമെങ്കിൽ രണ്ടാമതും ഇരിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. റീ എലക്ഷന് സാധ്യതയുണ്ട്. പേഴ്സൺ ഹു ഹോൾഡ്സ് ഓർ ഹു ഹാസ് ഹെൽഡ് ഓഫീസ് ആസ് പ്രസിഡന്റ് ഷോൾ സബ്ജക്ട് ടു. ഇപ്പോൾ ഒരിക്കൽ പ്രസിഡന്റ് ആയെന്ന് പറഞ്ഞ് പിന്നെയും പ്രസിഡന്റ് ആയിക്കൂടാന്നൊന്നുമില്ല. വീണ്ടും ആൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റീ എലക്ഷൻ വഴി ജയിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് വീണ്ടും എന്ത് ചെയ്യാം? പ്രസിഡന്റ് ആയിട്ട് മാറാം. അതാണ് പറയുന്നത്. 58 എന്താണ്? പ്രസിഡന്റായി മാറാം. അപ്പോൾ അതിനൊരു പ്രത്യേകം ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം അല്ലേ? എന്താണ് ക്വാളിഫിക്കേഷൻ എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 35 വയസ്സായിരിക്കണം. എന്തായിരിക്കണം? ലോക്സഭയിൽ വർക്ക് ചെയ്ത ഒരാളായിരിക്കണം. പിന്നെ എന്താണ്? സിറ്റിസൺ ഓഫ് ഇന്ത്യ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് വേറൊരു ഓഫീസും ഇപ്പോൾ എന്ത് ചെയ്യണം? നിലവിൽ ഭരിക്കുന്ന ആളായിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. അതാണ് 58 വരുന്നത് കേട്ടോ. എന്താണ് 58 വരുന്നത്? ഇനി അടുത്ത 59 എന്താണ്? കണ്ടീഷൻ ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്തുള്ള കുറേ കണ്ടീഷൻസ്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കണ്ടീഷൻസും, എത്ര നാൾ ഇരിക്കണം, എന്തൊക്കെയാണ് അവിടെ ചെയ്തു പോകേണ്ടതായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നൊക്കെ പറയുന്ന കുറേ കണ്ടീഷൻസ് ആണ് 59 വരുന്നത്. അത് കഴിഞ്ഞ് 60 എന്താണ്? 60 ഈ കണ്ടീഷൻസ് ഒക്കെ
മനസ്സിലാക്കി പ്രസിഡന്റ് കൃത്യമായിട്ട് ജോലി നിർവഹിക്കാൻ റെഡിയാണ് എന്ന് കാണിക്കുന്ന ഒരു ഓത്ത് എടുക്കുക. ഓത്ത് ഓഫ് ദ പ്രസിഡന്റ് ആണ് 60 വരുന്നത്. ഓത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, പ്രതിജ്ഞ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അല്ലേ. പ്രതിജ്ഞ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റും എന്നുള്ളൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡാണ് അവിടെ പറയുന്നത്. 60 ഓത്ത് ടു ദ ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞ് 61 എന്താണ്, ഇനി ഓത്തൊക്കെ എടുത്ത് പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്ത് വരും, എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോയെ വയലേറ്റ് ചെയ്തു എന്ന് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഇംപീച്ച്മെന്റ് ഉണ്ടാവാം അല്ലെ. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പുറത്താക്കപ്പെടാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. വയലേഷനോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് ടെമ്പററി ആയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് കാണിച്ച് എന്ത് ചെയ്യണം, പുറത്താക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ഇംപീച്ച്മെന്റ് എന്നുള്ളൊരു പ്രോസസ്സ് അവർക്ക് എന്ത് ചെയ്യാം, എടുത്തിടാം പ്രസിഡന്റിന് വേണ്ടിയായിട്ട്. 61 അപ്പോൾ എന്ത് പറയുന്നത്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത 62 എന്താണ്, പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ ടേം ആൻഡ് വേക്കൻസീസ് ഓഫ് പ്രസിഡന്റ് കേട്ടോ. അതായത് ഇത് ശരിക്കും പറയുന്നത് പറഞ്ഞാൽ ഇപ്പം 61 കഴിഞ്ഞിട്ടാണ് 62 ഉള്ളത്. എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 61 നമ്മൾ എന്ത് ചെയ്യാണ്, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുകയാണ്. ഇംപീച്ച് ചെയ്യുന്ന പറഞ്ഞാൽ പുറത്താക്കാൻ വേണ്ട, വയലേറ്റ് ചെയ്തപ്പോൾ ആളെ ടെമ്പററിലി നമ്മൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഒഴിവാക്കുകയാണെന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ 62 എന്ത് വരെയാണ്, ടേം ആൻഡ് വേക്കൻസി ഓഫ് ദ പ്രസിഡന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസി, ഒഴിവ് എപ്പോഴാണ് വരുന്നത്, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് ഒഴിവാക്കി കളഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രസിഡന്റ് ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുകയാണ്, മരിച്ചു പോവുകയാണ്. ഈ 5 വർഷത്തിന്റെ കാലയളവിനിടയ്ക്ക് 3 വർഷം ആയപ്പോൾ തന്നെ ആൾക്ക് എന്ത് പറ്റി, പെട്ടെന്ന് ഒരു അസുഖം വന്ന് മരിച്ചു പോവുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് പറ്റുന്നതാണ്, ഒരു ഗ്യാപ്പ് വരെയാണ് അല്ലേ, ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഒരു സമയത്ത്. ഈ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ആര് മരിച്ചാലും ആ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ രണ്ടാമതൊരു റീ എലക്ഷൻ നടത്തേണ്ട ഒരു അവസ്ഥ വരും. അവിടെ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ഉണ്ടാവും. ഒന്നീ ആദ്യം എന്ത് ചെയ്യും, വൈസ് പ്രസിഡന്റ് കുറച്ച് സമയം നോക്കിയതിന് ശേഷം പിന്നെ ഒരു 6 മന്ത്സിലേക്ക് 6 മന്ത്സ് എന്തുണ്ടാവും, ഒരു ആക്ടിംഗ് പ്രസിഡന്റിനെ നമ്മൾ എന്ത് ചെയ്യും, ആക്ടിംഗ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാറാണ് പതിവ്. ആക്ടിംഗ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാറാണ് പതിവ്. അത് കഴിഞ്ഞ് ഈ 6 മന്ത്സ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ടിംഗ് പ്രസിഡന്റ് ഇരിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യണം, ഈ 6 മന്ത്സ് പീരീഡിനുള്ളിൽ തന്നെ ഒരു ഇലക്ഷൻ നടത്തി അടുത്തൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. ആ ഒരു കാര്യമാണ് എന്തിൽ പറയുന്നത്, 62 പറയുന്നത്. അതായത് ഇത്രയും മിനിമം ഒരു ടൈം ഉണ്ട് ടു ദ ടേം ആൻഡ് വേക്കൻസി ഓഫ് പ്രസിഡന്റ്. ഈ ഒരു ടേം അല്ലെങ്കിൽ വേക്കൻസി വരുന്ന ഒരു സമയം, അതായത് ടേം കംപ്ലീറ്റ് ചെയ്യാണ്ട ഒരവസ്ഥ വന്നു, ചിലപ്പോൾ ഒരു കുറ്റം കൊണ്ട് ആളെ പുറത്താക്കിയതായിരിക്കാം, ഇംപീച്ച് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഡെത്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ സ്വമേധേന എന്ത് ചെയ്യാണ്, വേണ്ടെന്ന് വെച്ച് രാജിവെച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് എന്ത് വരാം, പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസിഡന്റിനും വരാം. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ എന്തുണ്ടാവും, ആ ടേം 5 വർഷം എന്നൊരു ടേം കുറഞ്ഞിറങ്ങുകയാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു വാക്കൻസി ഉണ്ടാവുകയാണ്. ടേമിന് എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ വാക്കൻസിക്ക് ചേഞ്ചോ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, പുതിയ ഒരാളെ റീപ്ലേസ് ചെയ്യണം. ആ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ ആർട്ടിക്കിൾ 62 പറയുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ പ്രസിഡന്റിനെ പറ്റിയിട്ട്, എന്തിനെ പറ്റിയിട്ട്, പ്രസിഡന്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ള ആർട്ടിക്കിൾസ് കേട്ടോ. അത് കൃത്യമായി തന്നെ പഠിച്ചു പോവുക. 52 തൊട്ട് 62 വരെയാണ് പ്രസിഡന്റിന്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. 52 തൊട്ട് 62 വരെ.